മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ അളവില്ലാത്ത കരുണയെ പ്രകീർത്തിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 128 അധ്യായം 1 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഇന്ന് കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാർ അവർ അനുഭവിച്ചറിഞ്ഞ ആഴമേറിയ ദൈവിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവെ, ഞാനങ്ങേ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ ഇടയാക്കിയില്ല.
എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30:1-2. എന്നോടൊപ്പമായിരിക്കുന്നത് കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലെ 2 സഹോദരിമാരാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഷീന സുനിൽ. കഴിഞ്ഞ 22 വർഷമായി കുവൈറ്റ് മിനിസ്ട്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് അബിയ. കഴിഞ്ഞ 12 വർഷമായി കുവൈറ്റ് മിനിസ്ട്രിയിൽ നേഴ്സായി ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ ടീന. കുവൈറ്റ് മിനിസ്ട്രിയിൽ 20 വർഷമായി നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഷീന നേഴ്സസ് മിനിസ്ട്രിയിൽ ഒരുപാട് നാളായിട്ട് ഉള്ളതാണല്ലോ. നേഴ്സുമാരായ നമ്മുടെ ജീവിതം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, ജോലിയുടെ ഭാരം, അങ്ങനെ തിരക്ക് നിറഞ്ഞതാ. ഈ ഒരു തിരക്ക് നിറഞ്ഞ ജീവിതത്തിലും ഈ ഒരു നേഴ്സസ് മിനിസ്ട്രിയോടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് ഒരു ആവശ്യമായി ഷീനയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ടീന, ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടിയിരുന്ന ഒരു കൂട്ടായ്മയാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പം ടീനയുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നേഴ്സസ് മിനിസ്ട്രിയുടെ തുടക്കം മുതലേ അംഗത്വമുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യകതയും അതിലൂടെ നമ്മൾക്ക് ലഭിച്ച ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങളെയും പറ്റിയും എനിക്ക് കൂടുതൽ അറിവുണ്ടായത് എൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ കൂട്ടായ്മ എനിക്കൊരു അനുഭവമായും സഹായവുമായി തീർന്നപ്പോഴാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ അത് അനേകം പേർക്ക് ഒരു ഉപകാരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ടീന. 2019 ഏപ്രിൽ 7 പതിവ് പോലെയുള്ള നമ്മുടെ നേഴ്സസ് കൂട്ടായ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും സ്തുതിപ്പിനും ജപമാലകൾക്കും ഒക്കെ ശേഷം ഭവനത്തിൽ കടന്നു ചെന്ന് ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന ഒരുങ്ങുന്നതിനിടയിലാണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മാരക രോഗത്തിൻ്റെ ഏറ്റവും ഏർലി സിംറ്റമായ ഒരു ലിംഫ് നോഡ് എൻലാർജ്മെന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഒരു ഷീനയ്ക്ക് തോന്നിയ തോന്നൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായിരുന്നു എന്ന് തന്നെ ഷീന വിശ്വസിക്കുന്നു അല്ലേ? ഞാൻ വിശ്വസിക്കുന്നു ടീന. കാരണം നെഗ്ലക്റ്റ് ചെയ്യപ്പെടാമായിരുന്ന ഒരു ചെറിയ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് എൻ്റെ കൈകളിൽ സ്പർശിച്ചപ്പോൾ അതൊരു സ്വെല്ലിങ് മാത്രമാണെന്ന് കരുതി എനിക്കത് നെഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് പോലെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് നമ്മളെപ്പോഴും അതിനെ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതൊന്നും കൂടെ പരിശോധിക്കൂ, അത് ഇന്ന രീതിയിൽ ചെയ്യൂ, മുമ്പോട്ട് ഡോക്ടറിനെ കാണൂ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരാളുടെ ഒരു ഉൾവിളി പോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കടന്നു വരികയും ഞാൻ അന്ന് തന്നെ ഡോക്ടറിനെ പോയി കാണുകയും എൻ്റെ ജീവിത പങ്കാളിയുടെ നിർബന്ധമുണ്ടായിരുന്നെങ്കിൽ കൂടെയും ഒരു ആത്മാവിൻ്റെ ഒരു പ്രേരണയാണ് അന്നത്തെ ദിവസം എനിക്ക് ഡോക്ടറിനെ കാണാനും ഇതൊരു ക്യാൻസർ എന്ന മഹാരോഗത്തിൻ്റെ ഏർലി സിംറ്റം ആണെന്ന് തിരിച്ചറിയാനും സാധിച്ചത്. അബിയ വചനത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണല്ലോ. നിരാശയിലേക്ക് പൂണ്ടുപോകാമാവുന്ന ഒരു ജീവിതത്തെ അബിയ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചതെന്ന് പറയാമോ? തീർച്ചയായും ചേച്ചി, മാനുഷികമായി ചിന്തിച്ചാൽ നിരാശയിലേക്ക് പോകേണ്ട ഒരു ജീവിതമായിരുന്നു എൻ്റേത്. കഴിഞ്ഞ 13 വർഷങ്ങളായി ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. ഈ കാലയളവിൽ എത്രയും എന്നെ വിശുദ്ധ കുർബാനയിലൂടെയും ജപമാലയിലൂടെയും വചനവായനയിലൂടെയും നിരാശപ്പെടാതെ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത്. സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന മുടങ്ങാതെ ഞാൻ സംബന്ധിച്ചിരുന്നു. ജപമാല മുടങ്ങാതെ ചൊല്ലിയിരുന്നു. വചനം എഴുതുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. മാനുഷികമായി പോസിബിളായിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് ഓരോ മാസവും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ അല്പം വിഷമിച്ചിരുന്നു. എന്നിരുന്നാലും ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു ദൈവം തരുമെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താൻ പോലും ബന്ധുക്കളും വീട്ടുകാരും ഒത്തിരി നിർബന്ധിച്ചു. ഇതിനിടയിൽ 2-3 ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് സാധിച്ചു. ആ ധ്യാനത്തിൽ നിന്നെല്ലാം കിട്ടിയ സന്ദേശം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നും യേശോയോട് ആ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിക്കണമെന്നുമുള്ളതായിരുന്നു. 2010 മുതൽ 16 വരെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് 16-ൽ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവസാനിപ്പിച്ചു. ദൈവത്തിൽ മാത്രമായി പൂർണ്ണമായും ആശ്രയിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു പ്രത്യേക രീതിയിൽ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കുട്ടികളില്ലാത്ത വചനം, ബൈബിളിൽ നിന്നുള്ള വാഗ്ദത്ത വചനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ മാസം തന്നെ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചു.
ഹെബ്രായർ 4:12 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാണ് എന്നിൽ പ്രവർത്തിച്ചത്. ഈ വചനം എഴുതി ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു. എന്നിട്ട് ഈ വചനത്തെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വചനം മാംസമായി എൻ്റെ ഉദരത്തിൽ സംഭവിക്കണമേ എന്ന്. വീണ്ടും കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127:3. ഹെബ്രായർ 11:11 പറഞ്ഞിരിക്കുന്നു, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. 1 മാസം കണ്ടിന്യൂസ് ഈ വചനം മാംസമായി ധരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചു. എനിക്കൊരു മോനുണ്ടായി. 1 year 4 months സുഖമായിരിക്കുന്നു. വീണ്ടും അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു. ഇതേ രീതിയിൽ തന്നെ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ വീണ്ടും പ്രഗ്നൻ്റായി. ഇപ്പോൾ 4 months പ്രഗ്നൻ്റ് ആണ്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. നമുക്ക് എന്തും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് അബിയയുടെ ജീവിതം തന്നെ സാക്ഷിയാണ്. ഷീന, ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെ ഭീതി നിറഞ്ഞതും നിരാശ നിറഞ്ഞതുമാണല്ലോ. പക്ഷേ ആ സമയത്തൊക്കെ ഷീനയെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വളരെ പ്ലസൻ്റായി, പോസിറ്റീവായി, ചിരിച്ചുകൊണ്ട് മാത്രമാണ്. ഷീനയ്ക്ക് ഇതെങ്ങനെ സാധിച്ചു? ടീന, മറ്റെല്ലാവരെയും പോലെ ഞാൻ ഒത്തിരി ടെൻഷനിലും നിരാശയിലും വേദനയിലും നാണക്കേടെന്നൊക്കെ പറയാവുന്ന പോലെ ഒരു ജീവിത അവസ്ഥയായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റ് സിംറ്റം ഒന്നുമില്ലാതെ ഒരു മാരക രോഗം നമ്മളിൽ ഉണ്ടെന്ന് തിരിച്ചറിവ് നമ്മളെ ഒരു ഭയങ്കര ഭീതിക്ക് അടിമപ്പെടുത്തും. പക്ഷേ ഞാൻ ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഇടപെടൽ നമ്മളെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നെന്ന് മനസ്സിലാകുന്നത്. ഞാനും ഇങ്ങനെ ഒരു എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതിരുന്ന ഒരു അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയിലെ സഹോദരിമാർ, ഞാൻ പോലും പറയാതെ അവർ കേട്ടറിഞ്ഞ് 3-4 പേരെന്നെ വന്ന് കാണുകയും ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സഹോദരി ഇതിനെപ്പറ്റി എനിക്ക് കൃത്യമായ ഒരു ധാരണ തരികയും ചെയ്തു. അവർ പറഞ്ഞു, ഇത് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ഒരു കാലഘട്ടമല്ല. ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ സഹനങ്ങളിൽ നമ്മൾ എങ്ങനെ പങ്കാളിയാവുന്നുവെന്ന് ഈ സമൂഹത്തിന് തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായി ഷീന ഇതിനെ ഉപയോഗിക്കണം. ആദ്യമൊക്കെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ആ സഹോദരി എന്നെ ഓരോ വചനം പറഞ്ഞ് ആ ജീവിതത്തിലുണ്ടായ ഓരോ അവസ്ഥകൾ എനിക്ക് വിവരിച്ചു തന്ന് എന്നെ ശരിക്കും ശക്തിപ്പെടുത്തി. ആ ഒരു ശക്തിയും നമ്മുടെ വിശ്വാസ ജീവിതം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു ബോധ്യവും എന്നെ ജനിപ്പിച്ചു. അതാണ് ഞാൻ അപ്പോൾ സന്തോഷവതിയായിരിക്കാനുള്ള ഒരു കാരണം. പിന്നെ നമ്മളുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണല്ലോ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവും. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്ത് എനിക്കറിയാമായിരുന്നു. അതിൻ്റെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ ഈ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ച് കഴിയുമ്പോഴുള്ള വോമിറ്റിങ്ങും മറ്റ് ശാരീരിക അസ്വസ്ഥതകളുമാണ്. അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, മാതാവേ, നീ എത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തു, അവിടെയൊന്നും നീ പതറിപ്പോയതായിട്ട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ബൈബിളിൽ ഇങ്ങനെ നിയോഗം എഴുതി വെച്ചു, ദൈവം ഇതെൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണെങ്കിൽ ഈ അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം പോലും ഞാൻ വോമിറ്റ് ചെയ്യാനോ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് അടിമപ്പെടാനോ ഇടവരുത്തരുതെന്ന്. വചനം ശക്തിയുള്ളതാണെന്ന് നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു. വചനത്തിൻ്റെ ആ ശക്തി എൻ്റെ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചു. ഞാൻ എഴുതി വെച്ചതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാന കാലഘട്ടം വരെ മറ്റു പല അസ്വസ്ഥതകളുണ്ടായെങ്കിലും ഒരു പ്രാവശ്യം പോലും വോമിറ്റ് ചെയ്യുകയോ ശാരീരിക അസ്വസ്ഥത മൂലം ജോലിക്ക് പോകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. വചനത്തിൻ്റെ ശക്തി തന്നെയായിരുന്നു അല്ലേ ഷീന? ഷീനയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു സഹനങ്ങൾക്ക് ശേഷം ഷീന ഒരുപാട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് സത്യമാണോ? അത് സത്യമാണ്. അതുവരെയുള്ള എൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾക്ക് കാണും എൻ്റെ കുടുംബത്തിലെ ഇന്ന കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇത്, അല്ലെങ്കിൽ രോഗാവസ്ഥ സുഖപ്പെടാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ പല
എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പല ഘട്ടത്തിൽ ദൈവം എന്നിൽ എങ്ങനെ ഇടപെട്ടു, മറ്റു വ്യക്തികളെ നമ്മൾക്ക് എങ്ങനെ സഹായിയായിട്ട് അയച്ചു തരുന്നു എന്നുള്ളൊരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു സമയത്താണ് ഒരു സ്വദേശിയായ മനുഷ്യന് എന്നെ ഇങ്ങനെ കാണുകയും എന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയും ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഡയബറ്റീസിനെക്കാട്ടിലും ഹൈപ്പർ ടെൻഷനെക്കാട്ടിലും ഈസി ആയിട്ടുള്ളതാണ്, ഒരു കാലഘട്ടത്തിലേക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് ചികിത്സിച്ചാൽ ഇത് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നതാണെന്നും ഒരു ധൈര്യം എനിക്ക് തന്നു. അതുവരെ ഞാൻ ഈ കുവൈറ്റ് ജോലി ചെയ്തിട്ട് അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണുകയോ അങ്ങനെയുള്ള ഒരു സംസാരം എനിക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഓരോ ദിവസവും ആരെൻ്റെ കൂടെ വരുമെന്ന് ഓർത്ത് എനിക്ക് സങ്കടപ്പെട്ടിരുന്നില്ല. ഓരോ ദിവസവും എൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സസ് കൂട്ടായ്മയിലുള്ള 1-2 സഹോദരങ്ങൾ, അവർ ഓഫൊക്കെ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ വരികയും ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന സമയം വരെ എപ്പോഴും പ്രാർത്ഥന രൂപയിൽ തന്നെ ആയിരിക്കാനും, അപ്പം മറ്റുള്ളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ എൻ്റെ ശരീരത്തിൽ കയറുന്ന മരുന്ന് ഈശോയുടെ തിരുജലവും ആയിരിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തരികയും എൻ്റെ ജീവിതത്തിൽ അത് അർത്ഥവത്താവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഒരു മിനിസ്റ്റർ തന്നെ ഷീനയുടെ ഒരു ഘട്ടത്തിൽ ഷീനയ്ക്ക് സഹായമായി ഒത്തിരി വന്നു അല്ലേ? സത്യത്തിൽ എന്നോട് ഒരു സഹോദരി പറഞ്ഞു, ഷീന, ഈ സഹനം ദൈവം അനുവദിച്ചതാണ്, ഷീനയെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചു, ദൈവം ഇങ്ങനെയും സ്നേഹിക്കുമോ? പക്ഷേ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, നമ്മളുടെ സഹനത്തിലൂടെയാണ് നമ്മൾക്ക് മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിച്ച ആ ദൈവ സ്നേഹവും സൗഖ്യവും വിശ്വാസത്തിൻ്റെ ആഴവും ഒക്കെ മറ്റുള്ളവരിലേക്ക് അതേ അളവിൽ പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ ചെറിയ സഹനങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ ഉരുക്കി വാർത്താലാണ് നമുക്കത് സാധിക്കുക. അതൊരു നല്ലൊരു മെസ്സേജാണല്ലോ ഷീന. അഭിയ, നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ദമ്പതികൾ മക്കളില്ലാത്തവരായിട്ടുണ്ട്. അഭിയയുടെ ഈ ഒരു അനുഭവം അവർക്കൊത്തിരി പ്രചോദനമാകാൻ അഭിയയ്ക്ക് പറ്റുന്നുണ്ടോ? ഉണ്ട് ചേച്ചി. ഞാൻ അനുഭവിച്ച വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ഈ അനുഭവം അത് എന്നെപ്പോൾ വേദനിക്കുന്ന മറ്റു മക്കളോടും ഞാൻ വിശദമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഒത്തിരി വേദനിച്ചിരുന്നു. എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും അവരും ചെയ്തിരുന്നു. എൻ്റെ ഈ അനുഭവം ഈ വചനം ഞാൻ പ്രാർത്ഥിച്ച രീതിയും വിശദമായി പറഞ്ഞു കൊടുത്തു. അതേ രീതിയിൽ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഷീന, ആ ഒരു സഹനത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ ആയിട്ട്. ഷീന, അത് ആ സമയങ്ങളിലൊക്കെ എന്തോ ചെയ്തിരുന്നത്? ടീന, ആ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ എന്നും വന്ന് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ഓൺലൈൻ കുർബാനകളൊക്കെ കാണുകയും വചനങ്ങൾ, പ്രത്യേകിച്ച് വചനം എക്സ്പ്ലെയിൻ ചെയ്തുള്ള പല ക്ലാസ്സുകളൊക്കെ കേൾക്കാനായിട്ട്, ആ ഒരു സഹനത്തിൻ്റെ കാലഘട്ടത്തിലാണല്ലോ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തിനാണ് ഈ സഹനം എൻ്റെ ജീവിതത്തിൽ? പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, ബൈബിൾ വായിക്കാനും ആത്മീയതയിൽ കൂടുതൽ ഉയരുവാനും നമ്മളുടെ ആത്മീയതയിലുണ്ടായ ആ ഒരു പ്രോഗ്രസ് മറ്റുള്ളവരെ അറിയിക്കുവാനും ഉള്ളൊരു ഉത്തരവാദിത്വം കൂടി നമ്മളിലുണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നു. സത്യത്തിൽ ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു തീർത്തത് ഞാൻ ആ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ്. പ്രത്യേകിച്ച് ബൈബിളിലെ 1-2 കോട്ടുകൾ, കർത്താവേ ഞങ്ങൾക്കല്ല, കർത്താവേ ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും ഓരോ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വീണു പോകുമോ എന്ന് തോന്നിയ അവസരത്തിലൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങയിൽ വിശ്വസിച്ചതുമൂലം ഈ ദാസൻ ലജ്ജിതനാകാൻ ഇടയാകരുതേ. അതങ്ങനെ തന്നെ ഭവിച്ചു. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ദുരന്തത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. 116-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, പാതാള പാംസ്യങ്ങൾ നിന്നെ വരിഞ്ഞു ചുറ്റി, എങ്കിലും അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. അത് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പ്രാവർത്തികമാവുകയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഈ വചന വായനയിലൂടെ മാറ്റി. നമ്മൾക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന സത്യമായ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണെന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. സഹനത്തിന്റെ ഒരു കാലഘട്ടം ഷീനെ ദൈവം ഉരുക്കി വാർക്കുകയായിരുന്നു അല്ലേ? അതെ, ഞാൻ മറ്റുള്ളവരെ ഒത്തിരി സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളെ സഹായിച്ചല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു.
പക്ഷേ ഞാനൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്. നമ്മളൊരാൾക്ക് സഹായമായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കുന്നത്, അത് ദൈവം നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ. എൻ്റെ ജീവിതത്തിലും ഓരോ വ്യക്തികളും എന്നെ സഹായിച്ചത് ദൈവം അയച്ച് ദൈവം അറിഞ്ഞു തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ മനുഷ്യൻ ഒരു അന്ന് വരെ ജീവിതത്തിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ ഷീനയ്ക്ക് എന്തായാലും ഈ ഒരു രോഗം ഇടവരുത്തി അല്ലേ? അബിയ, ആ കൊറോണ സമയത്തായിരുന്നല്ലോ അബിയയുടെ പ്രഗ്നൻസിയും ഇത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അബിയയുടെ ആ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായോ? അതെ ചേച്ചി, ആദ്യ നാളുകളിൽ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി 2 ആഴ്ചത്തെ ലീവിന് വേണ്ടി ചോദിച്ചപ്പോൾ 2 മാസം മെഡിക്കൽ ലീവാക്കി എനിക്ക് ലീവ് നീട്ടി കിട്ടി. ആ ലീവിൻ്റെ സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കുവാനും ഒത്തിരി വചനം വായിക്കുവാനും ഇടയായി. അതൊരു ദൈവത്തിന്റെ വലിയ ഇടപെടലായിരുന്നല്ലേ? 2 ആഴ്ച ആഗ്രഹിച്ചപ്പോൾ 2 മാസമാക്കിയത് ദൈവം തന്നു അല്ലേ? തീർച്ചയായും ചേച്ചി, ഭയങ്കര. ഷീനയുടെ ഈ സൗഖ്യം മറ്റുള്ളവർക്ക് ഒത്തിരി പ്രചോദനമാകാനായിട്ട് സഹായിക്കുന്നുണ്ടല്ലേ? ഷീനയുടെ ഒരു ഫ്രണ്ട് തന്നെ അതെന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പറയാമോ? അത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. അധികം പരിചയമൊന്നുമില്ല. 1-2 പ്രാവശ്യം ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പുൾ ഔട്ട് വന്ന് കണ്ടുള്ള പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ലീവ് കഴിഞ്ഞ് വന്നപ്പോഴാണ് നടുവേദനയായിട്ട് ആ വ്യക്തി അഡ്മിറ്റാണെന്ന് അറിയുന്നത്. ഞാനന്ന് വെറുതെ വിസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ചെന്നത്. അന്നേരമാണ് ഞാൻ അറിയുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന രോഗത്തിന് അടിമപ്പെട്ടു പോയെന്നും വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പുള്ളി ഒത്തിരി ഡൗൺ ആയെന്ന് ഞാൻ അറിയുന്നത്. അപ്പം ഞാനിങ്ങനെ ചെന്ന് കണ്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് വരെ ഓടി നടന്ന് ജോലി ചെയ്തിരുന്ന ബ്രദറ് കിടക്കയിൽ നിന്ന് എണീക്കാൻ വയ്യാതെ, സംസാരമൊക്കെ വളരെ തളർന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ടായി, ഞാനാണ് ഈ വ്യക്തിയെ ശക്തിപ്പെടുത്തേണ്ടത്. അപ്പം ഞാനിങ്ങനെ പേര് വിളിച്ചു ബ്രദറിനോട് പറഞ്ഞു, ഒട്ടും വിഷമിക്കല്ലേ, എന്നെ നോക്കൂ, ഞാനിപ്പോൾ ബ്രദറിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവം ഈ ഒരു അവസ്ഥ തന്നത് ഒരിക്കലും ഈ രോഗം മരണത്തിലേക്ക് നയിക്കാനല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. അങ്ങനെ സംസാരിക്കാനാണ് എനിക്ക് എപ്പോൾ തോന്നിയത്. ഞാൻ അങ്ങനെ ആ വ്യക്തിയോട് പറയുകയും കൈ പിടിച്ച് ആശ്വസിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ 1 സെക്കൻഡ് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അന്നത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങ് തിരിച്ചു പോന്നു. നമ്മളുടെ കൂട്ടായ്മയിലൊക്കെ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. എല്ലാവരും തീവ്രമായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റത്തെ ദിവസം ഉച്ചഭക്ഷണവുമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കിടക്കയിൽ എണീറ്റിരുന്ന് ചിരിയോടുകൂടി എന്നെ സ്വാഗതം ചെയ്യുന്ന ബ്രദറിനെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസവും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ ശക്തിയും ഒന്നും കൂടെ ആഴമായിട്ട് വിശ്വസിക്കാനുള്ളൊരു കൃപ ലഭിച്ചു. ആ വ്യക്തി 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശാരീരികമായ അസ്വസ്ഥതയിൽ നിന്ന് വിടുതൽ ലഭിച്ച് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് നാട്ടിലൊക്കെ പോയി തിരികെ വന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയുവാൻ അമാന്തിക്കരുത്. തോബിത്തിനോടും തോബീസിനോടും റാഫേൽ മാലാഹയുടെ സന്ദേശമായത് നമ്മുടെ ജീവിതത്തിലും നമുക്കിത് പ്രാവർത്തികമാക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നഴ്സുമാരുടെ ജീവിതത്തിൽ ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ നാം സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തിലേക്ക് അടുക്കുന്നുവെന്ന് ഇവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനാൽ ഓരോ പ്രതിസന്ധിയും ദൈവകൃപ സ്വന്തമാക്കാനുള്ള വഴികളാക്കി നമുക്ക് മാറ്റാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ.
എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.